എൻ്റെ നീണ്ട കാലത്തെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒഫീഷ്യൽ രേഖകളിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ പ്രിയങ്കയായ ബീന ടീച്ചറിൽ നിന്നുള്ള ഒരു സ്നേഹവിരുന്നാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് അനിവാര്യതയാണ് ജീവിതത്തിൽ, ദിവസം വരും. പക്ഷേ അമ്മ പറഞ്ഞ പോലെ ഇത് മറ്റൊരു വീട്ടിൽ പോയി വിശ്രമിക്കാം എന്നുള്ളൊരു വിചാരം ടീച്ചർ എടുക്കരുത്. മറ്റൊരു കർമ്മമണ്ഡലത്തിലേക്ക് മാറുന്നു. അതാണ് നമ്മുടെ ആരോഗ്യം. എന്നുവെച്ചാൽ വീട്ടിൽ പോയി വിശ്രമിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശേഷം ടീച്ചറാണ് ഇവിടെ എത്തുമായിട്ട് വന്നത്. നല്ല സ്മാർട്ടായിട്ട് ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പിന്നിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഇന്ന് ഇവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ അറിഞ്ഞ് അനുഭവിക്കുന്നു. ടീച്ചർ നല്ല സ്മാർട്ടായിട്ട് ഇവിടെ നിന്നതിൻ്റെ കാരണം സാറ് വളരെ സ്നേഹപൂർവ്വം ടീച്ചറിന് അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും എല്ലാം ചെയ്തു കൊടുത്തു. ടീച്ചറിൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളും അവരോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ ഈ സമയത്ത് അറിയുന്നില്ല. ഈ ഭാഗത്തേക്ക് കുറച്ച് ടൈൽസിരുന്നു. അപ്പം ടീച്ചർ പറഞ്ഞു കുറച്ച് ടൈൽസ് ഉണ്ടല്ലോ, ബാക്കി ടൈൽസുകൾ മേടിച്ച് നമുക്ക് അടുക്കളയുടെ ശരിയാക്കാം എന്ന് പറഞ്ഞാണ് ടീച്ചറിൻ്റെ തുടക്കം. അങ്ങനെ ഒരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്തത് ടീച്ചറുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തോന്നി ഈ റിട്ടയർമെൻറ്റിന് അച്ഛനും അമ്മയും എല്ലാവരുമായിട്ടും ഇരിക്കാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എല്ലാവരും ആരോഗ്യത്തോടെ ഇത് വരാൻ കഴിയുന്നതൊക്കെ ടീച്ചറിൻ്റെ ഭാഗ്യമാണ്. ടീച്ചർ ഉള്ള കാലം അച്ഛനെയും അമ്മയും കൊച്ചുമക്കളെയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിയട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളിലും ടീച്ചർ ചെയ്ത് നൽകിയിട്ട് ടീച്ചറിന് ഒരുപാട് ഇഷ്ടമുള്ള ടീച്ചറായിരുന്നു. നല്ല ആക്റ്റീവായിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും എപ്പോൾ ചോദിച്ചാലും ടീച്ചർ ഒപ്പം എല്ലാത്തിനും നിൽക്കും. 2 വർഷം തികച്ചായിട്ടില്ല. കുറഞ്ഞ ആളാണ്. എന്നാലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ 4ാമത്തെ എച്ചമാണ് മീന ടീച്ചർ. ഞാനിവിടെ വന്നപ്പോൾ അനിത ടീച്ചറായിരുന്നു. നേരത്തെ ഇരുന്ന സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കുഞ്ഞുങ്ങളുള്ള സ്കൂളിലോട്ട് വന്നു. അപ്പം അതിന് ശേഷം കോവിഡൊക്കെ ആയിപ്പോയി. 4 അനിത ടീച്ചറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അനിത ടീച്ചറാണ് നമുക്ക് നമ്മുടെ സ്കൂളിൽ പോകുമ്പോൾ ഇത്രയും ശക്തമായ ഒരു സ്കൂൾ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് തക്കതായ ഒരു എച്ച് എം തന്നെ വേണമെന്നും ആ എച്ച് എമ്മിനെ തന്നെ കൊണ്ടുതരാൻ നമുക്ക് ശ്രമിക്കണമെന്നും പല രീതിയിൽ ശ്രമിച്ച് അങ്ങനെ ടീച്ചറിനോട് സംസാരിക്കുകയും ഞങ്ങൾ ടീച്ചർ വളരെ താല്പര്യപ്പെട്ടു. ടീച്ചർ വന്നപ്പോൾ സന്തോഷമായി. ടീച്ചറിൻ്റെ കൂടെ പ്രവർത്തിച്ചു. ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ടീച്ചർ എച്ച് എം ആയിട്ട് വന്ന് ഞങ്ങളെ എപ്പോഴും എച്ച് എം ഉള്ളത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം. സാധാരണ ഇന്ന് വ്യത്യസ്തമായ ഫ്രണ്ട്സൊക്കെ പറയും എച്ച് എം ഇല്ലാത്തപ്പോൾ എന്തോ. ഞങ്ങൾക്ക് പക്ഷേ ടെൻഷനാണ് എച്ച് എം ഇല്ലെങ്കിൽ. കാരണം ഓരോ ക്ലാസ്സിലും ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. ലീവ് എടുക്കണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ടീച്ചർ ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ സമയം നോക്കിയൊക്കെ ഞങ്ങൾ എടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ടീച്ചർ പറഞ്ഞു തരും എങ്ങനെ വേണമെന്ന്. ഇത്ര എടുത്താൽ നമുക്ക് ഡെലിവറി വെക്കാം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ട്രെയിനീസ് വരുമ്പോഴാണേലും അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ടീച്ചറിന് ജോലിയിൽ എത്രത്തോളം നമ്മളെ ചെയ്യുന്നുണ്ടെന്ന് ടീച്ചറിന് ഇത്രയും വർഷത്തെ സർവീസിലൊക്കെ മനസ്സിലായി. അപ്പം കോവിഡ് UKG ക്ലാസ് മുഴുവനില്ലായിരുന്നു. 1ാം ക്ലാസ് നവംബർ തൊട്ടാണ് ഇവിടെ വന്നത്. സാറിൻ്റെ സഹോദരങ്ങൾ രണ്ടും എൻ്റെ അധ്യാപകരായിരുന്നു. എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും അധ്യാപകരായിരുന്നു അവർ രണ്ടുപേരും. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ശരിക്കും ബീന ടീച്ചർ എൻ്റെ മകൻ്റെ മാത്രമല്ല എൻ്റെ കൂടി ഒരു അധ്യാപികയായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. പലവട്ടവും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ടീച്ചർക്ക് റിട്ടയർ ആയാലും ഞാൻ ടീച്ചറെടുത്ത് പറഞ്ഞു, ടീച്ചർ റിട്ടയർ ആയാലും ഞങ്ങളുടെ മക്കളെയൊക്കെ വീണ്ടും പഠിപ്പിക്കണേ മാത്സൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നു മാത്സ്. ഞാൻ ടീച്ചറിനടുത്ത് പറഞ്ഞു, ടീച്ചർ ഇത്രത്തോളം മാത്സിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ റിട്ടയർ ആയാലും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ എന്ന്. അത് ഞാൻ എപ്പോഴും പറയാണ്. എല്ലാവർക്കും സ്വാഗതം. പിന്നെ അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞു എന്നെ ഇവിടുത്തെ നിർത്തല്ലേ എന്ന് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് ടീച്ചേഴ്സിനോട് ഞാൻ പേഴ്സണലി പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞതാണ്. ഒരുപാട് എൻ്റെ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ. ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലി മുഴുവൻ. കാരണം TTC കഴിഞ്ഞ് നിന്ന് ആ 2 വർഷം പഠിച്ച് ഇറങ്ങിയ ആ സമയത്ത് എനിക്കൊരു അവസരം തന്നത് ബീന ടീച്ചറാണ്. എനിക്ക് ബീന ടീച്ചർ ഒരു അവസരം തന്നു എന്ന് മാത്രമല്ല ഈ 2 വർഷം സത്യം പറഞ്ഞാൽ നല്ല റോൾ മോഡലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ബീന ടീച്ചർ. എനിക്ക് ഒരുപാട് ബീന ടീച്ചറിൻ്റെ
എല്ലാ കാര്യങ്ങളും വളരെയധികം ഇൻസ്പയർ ആയിട്ടുണ്ട്. കാരണം വീട്ടിലെ കാര്യമായാലും എൻ്റെ എന്ത് പ്രയാസമായാലും ഞാൻ ടീച്ചർ വന്ന് ഷെയർ ചെയ്യുമ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു തരുന്നത് ഞാൻ എപ്പോഴും പറയും, ടീച്ചർ മാത്രം ഒരു കൗൺസിലറും കൂടിയാണ്. നല്ലവണ്ണം മനുഷ്യരുടെ മനസ്സറിഞ്ഞ് ടീച്ചറിന് സംസാരിക്കാൻ നന്നായിട്ട് സാധിക്കും. കാരണം എന്ത് പ്രശ്നം, വലിയ പ്രശ്നം കൊണ്ട് കൊടുത്താലും അത് ടീച്ചർ എങ്ങനെ വെച്ചാൽ വലിയ സംഭവം കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ടീച്ചറിനോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അത് ഇത്രയും ഉള്ളായിരുന്നോ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും ടീച്ചറെ താങ്ക്സ്. എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവും. ടീച്ചറും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും. മാത്രമല്ല ഞാനും പറഞ്ഞിട്ടുണ്ട് ടീച്ചറോട്, ടീച്ചർ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ഓരോ സ്റ്റാറ്റസ് കാണുമ്പോൾ ചോദിക്കും നിങ്ങളുടെ HM ആണോ ഇതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അതെ ഞങ്ങളുടെ HM പൊളിയാ, ഞങ്ങളുടെ HM തകർത്തുമായിരുന്നു HM എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും. ഞാനും വന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനും വിചാരിച്ചത് HM എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ഹാർഡായിരിക്കും. അങ്ങനെയാണ് ഞാനും കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും. പക്ഷേ ഇത് വളരെ സോഫ്റ്റാണ്. എന്ത് കാര്യത്തിനെ വിളിച്ചാലും വിളിക്കേണ്ട താമസമേ ഉള്ളൂ, നമ്മുടെ കൂടെ ഇറങ്ങിക്കോളും. അപ്പം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് തന്നെ പറയാം. അത് എല്ലാ രീതിയിലും ടീച്ചറുടെ ലൈഫിലേക്ക് നോക്കുമ്പോഴായാലും കുഞ്ഞുങ്ങളിലോടുള്ള പെരുമാറ്റത്തിനായാലും ഒക്കെ എനിക്ക് എപ്പോഴും അതിശയവും കൗതുകവും എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ടീച്ചറിനോട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, റിട്ടയർമെൻറ്റ് ലൈഫ് ഹാപ്പി ആയിട്ട് വീട്ടിൽ തനിച്ച് കൂടി ഇരിക്കാതെ ടീച്ചർ മാത്സിൻ്റെ ഒരു വലിയ വിൽ പവർ തന്നെ ടീച്ചറിനുണ്ട്. അപ്പോൾ അത് ടീച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപകരിക്കുന്നില്ല. കാരണം ഒരുപാട് ടിപ്പുകൾ അറിയാം. എനിക്ക് മാത്സ് പൊതുവെ ഇഷ്ടമില്ല, പഠിക്കാനും താല്പര്യമില്ല. പക്ഷെ ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ടേ ഇതൊക്കെ ചെയ്യാൻ ഇങ്ങനത്തെ വഴികളുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു ടിപ്പ് ടീച്ചറിനുണ്ട് മാത്സിലേക്ക് എങ്ങനെ കയറാമെന്ന്. പിന്നെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് വളരെ ഉപകാരമായിരിക്കും. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ടീച്ചറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. 2020 വീണ്ടും ഇവിടെ വന്നാണ്. കൊറോണ സമയമായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളൊക്കെ പോകുന്നപ്പോഴെല്ലാം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിച്ചു. സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും അത് ന്യൂസുമായിരുന്നു, കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു. എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു. 4 വർഷമായി അറിവ് വന്നിട്ട് എല്ലാവരുടെ സന്തോഷമൊക്കെ എനിക്ക് ഇനി പോകാൻ സാധിക്കും. ഇനിയുള്ള കാര്യം വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയുള്ളൂ. ഇതിലൂടെ വർക്ക് ചെയ്തെടുത്തോളം എന്ന് പറഞ്ഞാൽ നല്ല എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ടീച്ചർ അതങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെ അത് ഇങ്ങനെ ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കൂട്ടത്തിലാണ്. ഒരു ടീച്ചർ ഈ ടീച്ചറിൻ്റെ കൂടെ വന്ന സഹോദരങ്ങളാണേലും അച്ഛനും അമ്മയും ഭർത്താവും ടീച്ചർ എപ്പോഴും പറയും, ഞാൻ എൻ്റെ കൂടെ തോളോട് ചേർന്ന് എൻ്റെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. പിന്നെ റിട്ടയർമെൻറ്റ് അതെനിക്കിപ്പോൾ ആവശ്യമാണ്. എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള സമയത്താണ് ടീച്ചർ റിട്ടയർമെൻറ്റ് ആയെന്ന് ടീച്ചർ എപ്പോഴും പറയും. എന്നാലും നമുക്ക് ഓർക്കുമ്പോൾ ഒരു വിഷമം. രാവിലെ വരുന്നുണ്ടെങ്കിൽ ഒരു ചിരിയോടൊക്കെ അവിടെ ഇരിക്കുകയും എന്തോ വേണേലും ടീച്ചറിനോട് പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരു തമാശ പറയുന്ന ഒരു HM എന്നുള്ള ഒരു രീതി തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞ എന്ത് നിങ്ങൾ പറയുന്നേ, ഞങ്ങൾ എന്തെങ്കിലും തമ്മിൽ പറയാം, നിങ്ങൾ എന്തോ പറഞ്ഞാൽ ചിരിക്കുന്നത്, ടീച്ചറിനോട് പറയുന്ന ടീച്ചറും കൂടെ ചിരിച്ച് നല്ല ഇതായിരുന്നു. ഈ സ്കൂള് അതുപോലെ ടീച്ചർ പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് കാണുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ HM? കൊള്ളാമല്ലോ എന്ന് എൻ്റെ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ സ്കൂളിലാണ് HMമാരെന്നും ഇങ്ങനെ ഒരു എന്തോ ഒഫീഷ്യൽ രീതി അല്ലാതെ ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി മൂഡ് അല്ലെന്നൊക്കെ അവർ പറയും. ഓർക്കുന്നുള്ളൊരു വിഷമമുണ്ട്. എന്നാലും ടീച്ചർ ഒരു അനിവാര്യമാണല്ലോ. ടീച്ചറുടെ വിശ്രമ ജീവിതത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ടീച്ചറിന്. ഒന്നും പറയാനില്ല, എല്ലാ ഭാവങ്ങളും ടീച്ചർ എല്ലാവർക്കും ഞാൻ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന ടീച്ചറിൻ്റെ കൂടി ഇരുന്നപ്പോൾ തന്നെ അന്ന ടീച്ചർ എന്നോട് ചേർന്ന് നല്ലൊരു രീതിയിൽ പ്രവർത്തനം നമ്മുടെ സ്കൂളിന് വേണ്ടി നല്ല കാഴ്ച വെച്ച ഒരു ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിനോട് ഞാൻ ചോദിക്കുമായിരുന്നു, ടീച്ചറെ ഇനി ഇവിടെ വരുന്ന ആരായിരിക്കും? എനിക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ വയ്യ. കാരണം ഏറ്റവും കൂടുതൽ ന്യൂൺ ഫീഡിങ് ആണ് HMമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ന്യൂൺ ഫീഡിങ്ങിൻ്റെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കരമായ പരാതികളും പ്രശ്നങ്ങളും വിഷയങ്ങളുമാണ്. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയും, എൻ്റെ സ്കൂളിലിരിക്കുന്ന HM യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പോൾ അന്ന ടീച്ചർ പറയും, ചില വിഷമിക്കണ്ട, നല്ല ഇതായിട്ട് നോക്കുന്ന
നല്ല കരുത്തുള്ള നല്ല ഒരു ടീച്ചറാണ് ഇവിടെ വരുന്നത് എന്ന് പറയും. അപ്പം ടീച്ചറിനോട് ടീച്ചർ അങ്ങനെ പറഞ്ഞ ആ ഒരു ധൈര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അനിത ടീച്ചർ പറഞ്ഞതിലും ഉപരിയായിട്ട് ടീച്ചർ എന്നോടൊപ്പം എന്ത് കാര്യത്തിനും സത്യത്തിൽ ടീച്ചറെ ചില സമയത്ത് ഒരു ദിവസം പോലും അറിയത്തില്ല, അതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ കൈകാര്യം ചെയ്യാനും അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ തരിക. അതാണ് എല്ലായിടുമുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ടീച്ചർ എല്ലാത്തിലും നമുക്ക് ഒപ്പം നിൽക്കുന്ന ഇതുപോലെ ഒരു ടീച്ചർ. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ടെൻഷൻ അതാണ്, ഇനിയും വരുന്നവരാരായിരിക്കും എന്നുള്ള ഞാൻ ടീച്ചറിനോട് പല പ്രാവശ്യം ചോദിച്ചു. എന്നാൽ നമ്മുടെ ഒരു സ്കൂളിനെ എത്ര ഒരു മല പോലൊരു വിഷയം കടന്നു വന്നാലും ടീച്ചർ അതിനെ വെറും നിസ്സാരമായിട്ട്, എനിക്കത് പലപ്പോഴും അനുഭവിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇല്ലാത്ത അവസരത്തിലൊക്കെ ഇവിടെ പേരൻസ് ബർത്ത്ഡേക്കൊക്കെ സാധനം കൊണ്ട് കൊടുക്കുകയും അപ്പോൾ അത് ഞാൻ ഏൽപ്പിച്ചിട്ട് പോയവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ എന്നെ വിളിക്കുമെന്ന് പറയുമ്പോഴൊക്കെ ടീച്ചർ അത് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യും. വേറെ എന്ത് വിഷയം വന്നാലും നമ്മളോടൊപ്പം, നമ്മളെ മറന്നിട്ട് അവരോടൊപ്പം ചേരുവല്ല, നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളെ എല്ലാ കാര്യത്തിലും, നമ്മുടെ കുടുംബജീവിതത്തിലെ ആണെങ്കിലും സ്കൂളിലെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഇതുപോലെ തന്നെ നന്നായിട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിച്ചനകത്ത് ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി തരികയും അതെല്ലാം ചെയ്യണമെന്നൊരു മനസ്സിൽ വെക്കുകയും എല്ലാം ചെയ്ത് ഇപ്പം തന്നെ എല്ലാ സ്കൂളിലും നല്ല ഹൈടെക് കിച്ചൺ കിട്ടി. ഇവിടെ മാത്രം സ്ഥലമില്ല എന്നുള്ള കാര്യത്തിൽ അത് കിട്ടാതെ പോയി. പക്ഷേ ടീച്ചറിൻ്റെ പരമാവധി ടീച്ചർ അതിനകത്ത് പരിശ്രമിച്ച് മാർച്ച് ആയപ്പോൾ പോലും ടീച്ചർ അത് ഏറ്റെടുക്കാൻ തയ്യാറായതായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുകൊണ്ട് ഇനിയും പിന്നെയും ടീച്ചർ അത് എഴുതി കൊടുത്തിട്ടുണ്ട്, കിട്ടുമെന്നൊക്കെ ഉള്ള ഇതിലായിട്ട്. പിന്നെ എന്താണ് പറയേണ്ടത് എനിക്കറിയത്തില്ല. ഇത്രയും നാളും ടീച്ചറിൻ്റെ കുടുംബം ആയിരുന്നത് വളരെ സന്തോഷമായിരുന്നു. കാരണം ഒരു പ്രയാസമോ ഒന്നും നമുക്ക് ജോലി ഭാരമോ ഒന്നും തന്നെ അത് ടീച്ചർ ഒന്നിനെക്കുറിച്ച് ഒരു ചോദ്യം ചെയ്യുമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയും വരുന്നതിനെക്കുറിച്ചും ടീച്ചറിന് അറിയായിരിക്കും ആരായിരിക്കും എന്നൊക്കെ എനിക്കറിയത്തില്ല, അത് എന്തായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ 34 വർഷമായി വന്നിട്ട് ഈ സ്കൂളിൽ 34 വർഷം കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. ഓരോ ഏജും അപ്പം ആരുമായിട്ടും അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യം ഉണ്ടാകണോ, ഒരു പ്രശ്നത്തിനോ ദൈവം സഹായിച്ചിട വന്നിട്ടില്ല. ഇനി വരുന്നവരും അങ്ങനെ ആയിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ടീച്ചറിൻ്റെ കുടുംബത്തെ, ടീച്ചറിൻ്റെ എപ്പോഴും സപ്പോർട്ട്, എപ്പോഴും ടീച്ചർ പറയാനുള്ള സാറിനെ കുറിച്ചാണ്. സാർ അത് ചെയ്തു, സാറ് ഹെൽപ്പ് ചെയ്യുന്നു, സാറ് ഇങ്ങനെ ഒരു നല്ല ഫാമിലി എല്ലാവരെയും കുറിച്ച് ടീച്ചറിന് നന്നായിട്ടാണ് പറയാനുള്ളത്. ഞാൻ ആ ടീച്ചറിൻ്റെ പ്രസംഗത്തിൽ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്ത് പപ്പായുടെ വിഷയം പറഞ്ഞത്, പെൻഷൻ കഴിഞ്ഞിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന ആയുസ് കഴിഞ്ഞ് പിന്നുള്ളത് ദാനമാണ്. അത് ഞാൻ എപ്പോഴും ഓർക്കും. ഇങ്ങനെ ആ ശമ്പളം എന്താണ്, ആ പെൻഷൻ മറ്റുള്ളവർക്ക് വേണ്ടി നന്മയ്ക്കായിട്ട് ഉതകാൻ തക്കവണ്ണം ചെയ്യുന്ന അതൊക്കെ എന്നെ ഒരു വലിയൊരു പാഠത്തിലേക്കാണത്. ഞാൻ ഓർത്ത് ഇങ്ങനെയുണ്ടോ, നമ്മളറിയാത്ത ഒത്തിരി നന്മ ചെയ്യുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത്. ടീച്ചറിൻ്റെ കുടുംബത്തിന് ടീച്ചർ സന്തോഷമായിട്ടുള്ള കുടുംബജീവിതം നയിക്കട്ടെ. എല്ലാവർക്കും ടീച്ചർ നല്ലൊരു കുടുംബിനിയായിട്ട് ഇനിയുള്ള കാലം ഇരിക്കട്ടെ. ദൈവം ധാരാളമായിട്ട് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് പറഞ്ഞാൽ ടീച്ചറിനെ കൊടുത്തേണ്ടതെന്ന് അറിയില്ല. നേഴ്സറിയെന്നോ എൽപിയെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് ടീച്ചറിലേക്ക് റിട്ടയർമെൻറ്റ് ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടമാണ്. ഇതേപോലെ അനിവാര്യമായതുകൊണ്ട് നമുക്ക് നല്ല നേരത്തിലേ കിട്ടുള്ളൂ. ടീച്ചറിന് എല്ലാം നല്ല പാടുള്ളൂ. വാങ്ങാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചറിനെ കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അംഗങ്ങളെ, വളരെ പ്രിയപ്പെട്ട അധ്യാപകർ, ഞങ്ങളുടെ സ്കൂളിൽ ഇവിടെ 25 വർഷമായിട്ട് അവലിക്കര ബിഷപ്പ് ഫോർട്ടസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ. ഒത്തിരി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്തുള്ള അടുത്ത സമയത്ത് ഞാനൊരാളെ കണ്ടു, എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. അവരോട് ചോദിച്ചു എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇവിടെ ഒത്തിരി അണ്ണൻ്റെ സ്കൂളുകളുണ്ട്, അവിടെ ഇവിടെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ കൊട്ടാര സ്കൂളിലാണ് പഠിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു. അവിടെ ഒരു പുതിയ ടീച്ചർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അടുത്തുള്ള പല അണ്ണൻ്റെ സ്കൂളിലെ കുട്ടികളെയൊക്കെ ഇവിടെ വിടുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ ആ ടീച്ചറിൻ്റെ പേരറിയാം, ബീന എന്നാണ് തോന്നുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ സഹോദരിയാണ്. അയ്യോ സാറേ ഞാനിപ്പോഴാണ് അറിയുന്നതെന്ന് പറഞ്ഞു.
വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രാചീനമായ ഒരു വിദ്യാലയത്തിൽ നിങ്ങളെപ്പോലെയുള്ള വളരെ ആത്മാർത്ഥതയുള്ള അധ്യാപകരോടൊപ്പം എൻ്റെ സഹോദരി പിന്നെ ടീച്ചറിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പല ദീർഘവർഷത്തെ ഈ അധ്യാപന ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു 2 സ്കൂളിലാണ് എച്ചമായിട്ടുള്ളത്. ഈ 2 സ്കൂളിലും നാട്ടുകാരുടെയും അധ്യാപകരുടെയും ഒക്കെ വളരെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് അവിടുന്ന് ഒരു സ്കൂളിൽ നിന്ന് ഇവിടോട്ട് വന്നത്. ഈ ഒരു സ്കൂളിലും ഇത്ര മനോഹരമായി ക്ലാസ് എടുക്കുവാനും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുവാനും ബീന ടീച്ചറിന് സാധിച്ചത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നിങ്ങളുടെ എല്ലാം കൈത്താങ്ങലോടുകൂടിയാണ് ഇത് സാധിച്ചതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എപ്പോഴും എൻ്റെ സഹോദരിയായിട്ടുള്ള ബീന ടീച്ചറിന് കുട്ടികളെ പറ്റിയും ഈ സ്കൂളിനെ പറ്റി ഒത്തിരി കാര്യങ്ങളാണ് പറയാനുള്ളത്. പലപ്പോഴും പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്. പല കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ആശങ്കപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഗവൺമെന്റിൽ നിന്നും പല പൈസ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഈ സ്കൂളിനെ പറ്റിയുള്ള ചിന്തകളാണ്. അതൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രഗത്ഭയായ അനിത ടീച്ചറിന് ശേഷം വന്ന ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും അതിൻ്റെ ഈ സ്കൂളിൻ്റെ പ്രാധാന്യം ചോർന്നു പോകാതെ സമൂഹത്തിൽ നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാനുള്ള പ്രയത്നത്തിൽ എൻ്റെ സഹോദരിയും പങ്കാളിയായി എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പലപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ സ്കൂളിൽ നിന്ന് കുട്ടികളെ ഒന്നും പങ്കെടുപ്പിക്കാറില്ല. പക്ഷെ ഇവിടുത്തെ അധ്യാപകരുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ കുറച്ച് കുട്ടികളെ കൊണ്ടുപോയിട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ പിന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പൊക്കെ കരസ്ഥമാക്കിയത് വളരെ അത്ഭുതത്തോടെ. കാരണം ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്തിയ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് ഈ സ്കൂളിലെ അധ്യാപികമാർ ഞാൻ ചോദിക്കുമായിരുന്നു ഇതൊരു പള്ളിക്കൂടമാണോ, കാരണം ആണുങ്ങൾ ആരും ഇല്ല. ഏതായാലും എൻ്റെ മകളെപ്പറ്റി ഈ ടീച്ചേഴ്സും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം ഞാനിവിടെ നിന്ന് സന്തോഷിക്കുകയായിരുന്നു. എനിക്ക് 3 മക്കളാണ്. 3 മക്കളെയും ഞാൻ പഠിപ്പിച്ച സ്കൂളിലാണ് അവർ 3 പഠിച്ചത്. ഞാൻ 44 വർഷം അധ്യാപകൻ ആയിരുന്നു. അത് നിങ്ങൾ ചോദിച്ചൊക്കെ എങ്ങനെയാണെന്ന്. 32 വർഷം എയ്ഡഡ് സ്കൂളിലും 12 വർഷം അൺഎയ്ഡഡ് സ്കൂളിലും. അങ്ങനെ ഒരു അധ്യാപക കുടുംബം തന്നെയാണ് ഞങ്ങളുടെ കുടുംബങ്ങളും. എൻ്റെ 3 മക്കളും മോടെ ഭർത്താവും മക്കളുടെ ഭാര്യമാരും അധ്യാപികമാരാണ്. അങ്ങനെ ഒരു അധ്യാപക കുടുംബത്തിൽ എൻ്റെ ഒരു നേതൃസ്ഥാനത്താണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. അവൾ നല്ല ഒരു കോളേജിൽ തന്നെയാണ് പഠിച്ചത്. നമ്മുടെ കേരളത്തിൽ തന്നെ പുരാതന കോളേജുകളൊന്നാണ് കോട്ടയം CMS കോളേജ്. അവിടെയാണ് അവൾ MSc പഠിച്ചത്. MSc മാത്സാണ് അവൾ പഠിച്ചത്. അവൾ മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും HSC ആയിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നതാണ്. പക്ഷേ അവിടെ നിന്നും പോകാതെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ത്യാഗം എന്നുള്ള നിലയിലാണ് അതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ പ്രൈമറി സ്കൂളിൽ അധ്യാപികയും ഹെഡ്മിസ്ട്രസ്സുമായി സേവനമനുഷ്ഠിക്കാൻ നിയുക്തമായത്. അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ സന്തോഷപ്രദമാണ്. അതൊരു കുഴപ്പമില്ല. എല്ലാവരും നല്ല ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഈ സ്കൂളിലും ഇവിടുത്തെ ടീച്ചേഴ്സെല്ലാം അവർക്ക് വേണ്ട സഹകരണവും സപ്പോർട്ടും നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ സ്നേഹവചനങ്ങൾക്കെല്ലാം ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അതിനുള്ള ടൈം പോയി. കാരണം എല്ലാവർക്കും വിശന്നിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞു. ഈ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി പറയുന്നതോടൊപ്പം തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ആശീർവാദമൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ്. അവർ നല്ല
ഒരു വിശ്രമ ജീവിതം നയിക്കാൻ ഇടവരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി പറഞ്ഞു. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ മകളുടെ യാത്രയപ്പ് യോഗത്തിന് കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് നന്ദി പറയുകയാണ്. എൻ്റെ മകളുടെ ചെറുപ്പകാലം തൊട്ട് വളരെ ത്യാഗമനസ്ഥിതിയോടുകൂടിയാണ് നമ്മൾ പഠിച്ചതും എടുത്തതൊക്കെ. പഠിക്കുന്നതിന് മാത്രമായിരുന്നു അവരുടെ താല്പര്യം. വളരെ പ്രയാസത്തോട് അന്നത്തെ കാലത്തെ ആ കാലസ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ രാവിലത്തെ ചായ പോലും കുടിക്കാതെ ട്യൂഷന് പോകണമെന്നുള്ള താല്പര്യം ഉടനെ നടന്ന് മുക്കിന് ചെന്ന് ബസ് കയറിയൊക്കെ പിന്നെ തഴവാമുക്കിനിറങ്ങി അവിടുന്ന് നടന്നു പോയി വളരെ പ്രയാസപ്പെട്ടാണ് മോള് ഇത്രയും പഠിച്ചത്. അതിലും ഞങ്ങളുടെ എല്ലാവരുടെയും അച്ഛൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും കുടുംബ പ്രാർത്ഥനയിലെപ്പോഴും എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ താല്പര്യം മൊത്തം മക്കളും 3 അധ്യാപകരാകണമെന്നായിരുന്നു. ആ ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു. മക്കളോടെ ഞാൻ പറയും, വിവാഹം കഴിക്കുന്നെങ്കിൽ അധ്യാപകരെ തന്നെ കല്യാണം കഴിക്കണം എന്ന് എൻ്റെ ആമക്കളോടെയും ഞാൻ പറയുമായിരുന്നു. അതെൻ്റെ ആഗ്രഹം എൻ്റെ ദൈവം നിവർത്തിച്ചു. വളരെ സന്തോഷമുണ്ട്. എൻ്റെ മക്കളെക്കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ എല്ലാ അധ്യാപകരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി സ്തോത്രവും പറയുകയാണ്. നിങ്ങളെ നമ്മുടെ ജീവിതകാലത്ത് ഇത്രത്തോളം കൊടുത്ത എല്ലാവിധമായ നല്ല സപ്പോർട്ടുകൾക്കും നല്ല കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നല്ല ഇനിയുള്ള എച്ച് വരുന്നത് നല്ല ഒരു അധ്യാപികയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ഈ സന്തോഷത്തിൽ പങ്കുകൊണ്ടതിനും ഞങ്ങൾ നന്ദി കരയുന്നു. കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി കരയിട്ടുണ്ട് എന്ന് വായിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, PTA അംഗങ്ങളെ, മറുപടി പ്രസംഗം എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമത്തിൻ്റെ അന്തരീക്ഷമാണ്. എന്നാലും ആദ്യമായിട്ട് ഈ 28 വർഷക്കാലം സർവീസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നങ്ങളും കൂടാതെ സർവീസ് കാലം പൂർത്തിയാക്കുന്നതിന് സഹായിച്ച ഈശ്വരന് എന്ന് നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഞാനാക്കിയ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അച്ഛൻ അധ്യാപകനാണെന്ന് അറിയാമല്ലോ. ഒരു ലീവ് പോലും എടുക്കാതെ സ്കൂളിൽ പോകുന്ന അച്ഛനെയാണ് ഞാൻ കണ്ട് വളർന്നിട്ടുള്ളത്. അപ്പം ആ ഒരു മാതൃക ദൃശ്യമായിട്ടോ അദൃശ്യമായിട്ടോ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അമ്മയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ നോക്കി ഒരു ഉത്തമ കുടുംബിനിയായിട്ട് അവരുടെ മാതൃക കുടുംബജീവിതം കണ്ടാണ് ഞങ്ങൾ വളർന്നത്. നടക്കുന്നു. അവരെ ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഞാൻ അവരെയും ഓർക്കുന്നു. പിന്നെ സഹോദരങ്ങൾ, ഞങ്ങൾ 3 പേരും ഇത്രയും പ്രായമായെങ്കിലും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അങ്ങനെ എടുത്തു പറയാൻ കാരണം പല ഭവനങ്ങളിലും പല പേരിലും അല്ലെ നാത്തൂമാർ വരുമ്പോഴാണെങ്കിലും ഒക്കെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ആണ്, കെട്ടുറപ്പുള്ള ഫാമിലിയാണ് ഞങ്ങളുടെ. ഞങ്ങൾ 3 പേരും അവരുടെ ഭാര്യമാരും എൻ്റെ ഹസ്ബൻഡും മക്കളും അവരുടെ മക്കളും ഞങ്ങളെല്ലാവരും കൂടെ ഒരേപോലെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നു കയറിയ ഭവനത്തിൽ ഞങ്ങൾ 7 സഹോദരങ്ങളാണ്. ഞങ്ങളെല്ലാവരും തമ്മിൽ ഇപ്പോഴും അതേ കെട്ടുറപ്പുള്ള ബന്ധം ഞങ്ങൾ മുൻപോട്ട് സൂക്ഷിക്കുന്നു. ഇതൊക്കെ നമ്മൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സമാധാനമായിട്ട് നമുക്ക് കടന്നുറങ്ങാൻ പറ്റും. അതുപോലെ എൻ്റെ സർവീസ് ജീവിതത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ജോലി ചെയ്ത എല്ലാ സ്കൂളിലും എനിക്ക് നല്ല അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ.
എനിക്ക് ഒന്നും എൻ്റെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ്സ് ഒന്നും എനിക്ക് എൻ്റെ മനസ്സിലേ വരുന്നില്ല. ആദ്യത്തെ ഒരു വർഷം കുട്ടനാടായിരുന്നു, പിന്നൊരു വർഷം വരേണിക്കലായിരുന്നു, 18 വർഷം മുള്ളിക്കുളങ്ങര. മുള്ളിക്കുളങ്ങരയിലെ ജീവിതമായിരുന്നു ഏറ്റവും ദുഷ്കരകാലം. ഞങ്ങൾ 4 പേര് സ്ഥിരം എന്ന് വെച്ചാൽ അവിടെ നിന്ന് എയ്ഡഡ് സ്കൂൾ പോലെയാണ്. 4 പേരങ്ങ് സ്ഥിരം അധ്യാപകരാണ്. HMs മാറി മാറി വരുന്ന HMനെയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലോട്ട് അങ്ങ് വലിച്ചിടും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ 18 വർഷക്കാലം വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചു. പ്രൊമോഷൻ കിട്ടി പയ്യന്നല്ലൂരാണെന്ന് കേട്ടപ്പോൾ ആങ്ങളയ്ക്കൊക്കെ അറിയാം, വളരെ വിഷമമായി. ദൂരമാണ്, എനിക്ക് നടുവിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ നേരെ ഇളയാങ്ങളെയാണ് എന്നെ ആ സ്കൂൾ കാണാൻ ഞങ്ങളൊന്ന് പോയിട്ട് വരുന്ന വഴിക്ക് അവരോട് നല്ലൊരു സ്ഥലമായിരുന്നു, നല്ലൊരു കൊച്ചു സ്കൂളിലേക്ക് ഇരിക്കാൻ പറ്റിയ സ്കൂളാണ്, ഞങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു സ്കൂളാണ് എൻ്റെ 1 വർഷത്തെ ജീവിതം പയ്യന്നല്ലൂർ. വളരെ നിഷ്കളങ്കരായ വെറും ഏറ്റവും നാട്ടിൻപുറം. ഇങ്ങനത്തെ ഒരു നാട്ടിൻപുറം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. അതുപോലത്തെ ഒരു ശുദ്ധ നാട്ടിൻപുറം. 32 കുട്ടികളുമായിട്ട് ഞാൻ എൻ്റെ HM ജീവിതം ആരംഭിച്ചു. 10-20 കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ എല്ലാ മത്സരങ്ങൾക്കും പോയി. കണക്കിന്, സയൻസിന്, സാമൂഹ്യശാസ്ത്രം, വർക്ക് എക്സ്പീരിയൻസ് എല്ലാത്തിനും ഞാൻ ആ കുഞ്ഞുങ്ങളെല്ലാം ടെമ്പോ വിളിച്ച് മാവേലിക്കരെ കൊണ്ടുപോകും. ഒരു ടൂർ പോലെ ഞങ്ങൾ വന്നു. കണക്കിന് ഓവറോൾ കിട്ടി, SS-ന് ഓവറോൾ കിട്ടി, വർക്ക് എക്സ്പീരിയൻസിന് 3ാം സ്ഥാനം കിട്ടി. നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടായി. ഇവിടുന്ന് കുറ്റിത്തെരുവ് മാമൂട് നിന്ന് 2.5 കിലോമീറ്റർ ഓട്ടോയിൽ ദിവസമുള്ള ഈ യാത്ര, വീട്ടിലെ ജോലി, ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ട്രാൻസ്ഫറിന് വേണ്ടി ആഗ്രഹിച്ചു. സഹോദരങ്ങൾ, മക്കൾ എല്ലാവർക്കുമുള്ള ആദ്യമേ രേഖപ്പെടുത്തുന്നു. അധ്യക്ഷ നമ്മുടെ SMC ചെയർമാൻ അഡ്വക്കേറ്റ് ഭൂമിക്കും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഹരികുമാർ സാർ, ശ്രീമതി രമ്യ, ശ്രീമതി അനില, ഇവർക്കെല്ലാം സ്കൂളിൻ്റെ പേരിലുള്ള